ബിഗ് ബോസ് സീസൺ 7-ലെ ദ കോമണർ അനീഷാണ് തുടക്കം തന്നെ ആദ്യം വലതുകാല് വെച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ആദ്യത്തെ ചൊറി നടത്തിയ വ്യക്തിയാണ്. എല്ലാവരെയും ചൊറിഞ്ഞ വ്യക്തിയാണ്. എല്ലാവർക്കും നല്ല ദേഷ്യമുള്ള വ്യക്തിയാണ്. പക്ഷേ ലാലേട്ടൻ അനീഷിൻ്റെ ആ ഒരു ഗെയിമിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, അനീഷിനെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്, അനീഷിൻ്റെ ക്യാപ്റ്റൻസി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ അനീഷാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻസി നടത്തിയ ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു. ഒരിടത്തും ഗ്രൂപ്പിസം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ എന്താണ് എന്ന് ചോദിക്കാൻ പോയി. പിന്നെ കുറച്ചൊരിച്ച് ഓവറാക്കിയത് അക്ബർ രണ്ടാമത്തെ തവണ പണിപ്പുരയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിച്ച ചോദ്യം, അത് ഒരു മണ്ടയടിച്ച് പൊട്ടിക്കാൻ തോന്നും, പക്ഷേ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അനീഷ് അവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് കയ്യിൽ നിന്ന് പോയത്. പിന്നെ അനുമോളോട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഡേ ജയിലിൽ വെച്ചിട്ട് അനുമോളോട് സംസാരിച്ചൊരു രീതി ഉണ്ടായിരുന്നു. അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് വലുതായിട്ട് ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് തുടക്കം തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, അനീഷാണ് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു പ്രഷറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് വളരെ നൈസായിട്ടാണ്, അതായത് ലാലേട്ടൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും, അതായത് ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഒരാഴ്ച ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ തിരിച്ച് ഇവിടെ മറ്റാരും തന്നെ അനീഷ് കാരണം ഹാപ്പി അല്ല എന്നാണ് അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. അവിടെ അത് എല്ലാവർക്കും അനീഷ് ഹാപ്പി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. തൊട്ടടുത്തിരുന്ന അബി അപ്പോൾ എഴുന്നേറ്റിട്ട്, ഞാൻ ഈ അനീഷ് ഹാപ്പിയാണ് എന്ന് പറഞ്ഞത് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പാനി ശരത്ത് അനീഷിനെ എത്രത്തോളം അറ്റാക്ക് ചെയ്തു എന്നുള്ളത് നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അപ്പാനി ശരത്ത് ട്രിഗറായിട്ട് ഒന്നും ചിന്തിക്കാതെ എന്തുമാത്രം വാക്കുകൾ അനീഷിനെ പറയുന്നുണ്ട്. അനീഷ് ഇതെല്ലാം കേട്ടിട്ട് അനീഷിന് ദേഷ്യപ്പെടാം, തിരിച്ചെതിർക്കാം. ഇതൊന്നും ചെയ്യാതെ അനീഷ്, അപ്പാനി നീ ഇത് പറയുമ്പോഴാണ് എൻ്റെ ഗെയിം സക്സസ് ആകുന്നത് എന്ന് പറഞ്ഞ് ഒരു ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ വളരെ കാം കൂൾ പ്രസൻസ് ആയിട്ട്, ആ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതെല്ലാം കേട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നീ പോടോ, നീ ഒന്ന് എഴുന്നേറ്റ് പോടോ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടും ഒരു സ്ട്രക്ചേർഡാണ്. അതായത് താൻ ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല എന്ന് പഠിച്ചു വെച്ചതുപോലെയാണ് അനീഷ് പെരുമാറുന്നത്. അപ്പാനി ചേർത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഞാനത് ഇതിന് മുന്നേയും ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നീ കലാകാരന്മാരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണോ, അതായത് നിനക്ക് എന്തെങ്കിലും കലാവാസനയുണ്ടോ, നിനക്ക് കഴിവുണ്ടോ എന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ ഈ ഒരു നിലയിലെത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് അനീഷ് പറയുന്നുണ്ട്. ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ച് നടക്കുന്ന നിനക്കൊന്നും മനസ്സിലാകില്ല ആ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം അനീഷ് PSC ഒക്കെ എഴുതി സർക്കാർ ജോലിയിലൊക്കെ പ്രവേശിച്ചിട്ട് എഗെയിൻ എന്നിട്ട് ഈ പറയുന്ന ഒരു ഇതിലേക്ക് വന്നതാണ്. അപ്പോൾ അനീഷിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവർക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതായത് ഇവർക്കാർക്കും അനീഷിനെ അറിയില്ലല്ലോ, നമുക്കാണല്ലോ അനീഷിനെ പിന്നെയും നമുക്കറിയാം. കാരണം ഇൻസ്റ്റഗ്രാമിലൊക്കെ പുള്ളിക്കാരൻ്റെ പുസ്തകത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അനീഷിൻ്റെ ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ആ ബുക്കിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ബുക്കൊക്കെയാണ് അനീഷ് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിൽ എഴുതാനൊക്കെ നല്ല കഴിവുള്ള, അതുപോലെ വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അനീഷും ഒരു കലാകാരനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അനീഷിൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ട്രോഫികളൊക്കെ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അപ്പാനി ശരത്ത് ആ പറഞ്ഞതിനകത്ത് അർത്ഥമൊന്നുമില്ല. പക്ഷേ അപ്പാനി ശരത്ത് ഉൾപ്പെടെ ആ വീട്ടിലുള്ള എല്ലാവർക്കും അനീഷ് എന്ന് പറയുന്നത് വെറും ഒരു ലോക്കൽ ഗൈ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ ഷാനവാസും അക്ബറും ഒക്കെ അപ്പാനി ശരത്തിനെ എതിർക്കുന്നുണ്ട്. ഞാൻ അനീഷിനൊപ്പമാണേ, ഞാൻ അനീഷിൻ്റെ കൂടെയാണേ, നീ ഈ പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പരിധി വരെ അനീഷിനെ ഒന്നും പറയരുത്, അനീഷിന് ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ധാരണ ഈ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ട്. പക്ഷെ അപ്പാനി ശരത്തിന് അത് തീരെയില്ല. പിന്നെ റെന ഫാത്തിമ ഉൾപ്പെടെ അവിടെയുള്ള പലരും അനീഷിനോട് ഇങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണോ, എന്നാലേ അങ്ങോട്ട് റെസ്പെക്റ്റ് ഉള്ളൂ എന്നൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് വിട്ട് അനീഷ് ബിഹേവ് ചെയ്യുന്നത് ഇവരെ പോയി മനഃപൂർവ്വമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ഷോയ്ക്ക് ഇത് അത്യാവശ്യമാണ്, അങ്ങനെയാണ് അതിലൊരു ഗെയിം നടക്കുന്നത്. അങ്ങോട്ട് പോയി ഒരു കോണ്ടന്റ് ഇട്ട് കൊടുക്കുക, അതിൽ നിന്ന് പിടിച്ച് കയറുക എന്നുള്ളതൊക്കെ. അപ്പോൾ അനീഷിന് അവിടെ ഒരു നെഗറ്റീവ് പറയാൻ ലാലേട്ടന് പോലും പറ്റില്ല. ലാലേട്ടൻ അതുകൊണ്ടായിരിക്കാം വളരെ പോസിറ്റീവായിട്ട് അനീഷിനെ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അനീഷിന് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ളത് ലാലേട്ടൻ പറയുമായിരിക്കാം. പിന്നെ അനീഷ് തുടക്കം തൊട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത്
ബിഗ് ബോസിലേക്ക് ആദ്യം വരുമ്പോൾ അനുമോളോടാണ് ആദ്യമായിട്ട് അനീഷ് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്നത്. അത് ആ സൗന്ദര്യത്തിന്റെ കാര്യമായിരുന്നു. രണ്ടാമത് ഷാനവാസിന്റെ ബാഡ്ജ് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് അനീഷ് പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ വളരെ എന്താ പറയാ, നമുക്ക് കേട്ടാ ദേഷ്യം വരും. ഒന്ന് പോടോന്നൊക്കെ വിളിച്ച് പറയാൻ തോന്നുന്ന തരത്തിൽ അതിൽ ഷാനവാസ് വീഴുകയും ചെയ്തു. ഷാനവാസ് അനീഷിന്റെ ആ ഒരു ടോർച്ചർ സഹിക്കാൻ വയ്യാതാണ് ബാൻഡ് എടുത്ത് ഒനീലിന് കൊടുക്കുന്നത്. അത് ഒനീലിനാണെങ്കിൽ ഇതേപോലെ ആക്ഷൻ കാണിച്ചിട്ട് ഒനീലിന്റെ കയ്യിൽ നിന്ന് അക്ബർ തട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷിന്റെ കാര്യത്തിൽ തുടക്കം തൊട്ടേ കളിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് അനീഷ് അങ്ങനെ കളിച്ചത് കൊണ്ടും അനീഷിന്റെ ക്യാപ്റ്റൻസി ഉള്ളത് കൊണ്ടും മാത്രമാണ് ഫസ്റ്റ് വീക്കിൽ ഇത്രയധികം സംഭവങ്ങൾ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടായത്. സാധാരണ ബിഗ് ബോസ് സീസൺസുകൾ എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ സീസണൊക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച ഒന്നും പറയാൻ കാണത്തില്ല. ആദ്യത്തെ ആഴ്ചയിൽ ഒരു റിവ്യൂ പോലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കാണത്തില്ല. കാരണം ഒരു സന്തോഷമുള്ള ഒരു കുടുംബമായിരിക്കും ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത്. പിന്നെ ബിഗ് ബോസ് ഓരോ ടാസ്ക് ഇട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഇവരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങത്തുള്ളൂ. പക്ഷെ ഇവിടെ അനീഷ് മതിയായിരുന്നു, അനീഷ് ധാരാളമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അനീഷിന്റെ കാര്യം, അനീഷിന് അവിടെ ഒരു കോംബോ വർക്കൗട്ട് ആകാനുള്ള സാധ്യതയെന്നല്ല, അടുത്ത ഒരു 2-3 ദിവസമായിട്ട് അനുമോള് ഒരു കോംബോ അനീഷുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ അനുമോള് അനീഷിനോട് അങ്ങോട്ട് കയറി, ഞാൻ എൻ്റെ കല്യാണത്തിന് വിളിച്ചാൽ നിങ്ങൾ വരുമോ, നിങ്ങൾ വരണേ, നിങ്ങൾ എൻ്റെ കല്യാണത്തിന് വരണേ എന്ന് പറയുമ്പോഴത്തേക്കും അനീഷ്, ഞാൻ വരത്തില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ അടുത്ത് ആരടുത്തും വരത്തില്ല, നിങ്ങളെ ഒന്നും എനിക്കിനി ഒരാളുമല്ല, ഈ ഷോ കഴിഞ്ഞാൽ നിങ്ങളൊന്നും എനിക്കൊന്നുമല്ല എന്ന് അനീഷ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ അനുമോൾ വിട്ടുകൊടുക്കത്തില്ല. അനുമോൾ മാത്രമല്ല, മറ്റേ ആദില എന്നൊരു അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, അനീഷിന്റെ വീടിന്റെ അടുത്തെങ്ങാനും കൊണ്ടുപോയി കല്യാണം വെക്കുക, അപ്പോൾ നമുക്ക് അനീഷിനെ വിളിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതായത് അനുമോൾ ഭയങ്കര കൊഞ്ചിക്കൊണ്ടാണ് അനുമോളിന് ആ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ അനുമോൾ ഫസ്റ്റ് ടൈം അല്ല ഇതുപോലൊരു റിയാലിറ്റി ഷോയിൽ, സ്റ്റാർ മാജിക്കിലൂടെ അങ്ങനെ 11 വർഷമായിട്ട് അനുമോൾ നല്ലൊരു കലാകാരിയാണ്. ഏത് തരത്തിലും ഒരു കലയിൽ, അതായത് ഒരു ക്യാരക്ടർ ആകാനായിട്ട് അനുമോൾ നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ കൊല്ലം സുധിയുമായിട്ടൊക്കെ നല്ലൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അനുമോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അനീഷുമായിട്ട് അതുപോലൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ടോം ആൻഡ് ജെറി കോംബോയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കും. ഇല്ല, എന്താ പറയുക, അനുമോൾ അടങ്ങിയിരിക്കുമ്പോൾ അനീഷ് പോയി ചൊറിയും, അനീഷ് അടങ്ങിയിരിക്കുമ്പോൾ അനുമോൾ അങ്ങോട്ട് പോയി ചൊറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ജയിൽ നോമിനേഷനകത്ത് കിടക്കുന്ന സമയത്ത് അനുമോൾ ഒളിച്ചും പാത്തും ഒരു ഫണ്ണാണ്. അനുമോളും അതുപോലെ നെവിനും നല്ലൊരു ഫണ്ണാണ്. അപ്പോൾ അനുമോൾ ജയിൽ ചാടി പുറത്തു പോകുമ്പോൾ അനീഷ് ഇങ്ങനെ തിരക്കി വരുന്നതും, പിന്നെ അനീഷിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒളിച്ചിരിക്കുന്നതും, അവസാനം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ചൂലെടുത്തോണ്ട് വരുന്നതും എല്ലാം നല്ലൊരു സീനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പല്ല് തേക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് അനീഷ് പറയുന്നുണ്ട്, ഞാൻ വാഷ്റൂമിൽ പോകാൻ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്, ഇത് ശരിയല്ല അനുമോളെ എന്നിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ അനുമോൾ അതിന് തിരിച്ച്, താനൊന്ന് പോടോ, താൻ ശരിയല്ലെന്ന് ഞാൻ കേട്ടല്ലോ, എനിക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചടിക്കുന്നതും. പിന്നെ ജയിൽ നോമിനേഷൻ്റെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങുന്ന സമയത്തൊരു നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ചമ്മന്തി അത് അനുമോള് അനീഷിന്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പം അനീഷിന്റെ മുഖത്ത് കുറേ ചിരിയൊക്കെ വരുന്നുണ്ട്. അനീഷ് സാധാരണ ചിരിക്കുന്ന വ്യക്തിയല്ല. സോ ആ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ അനുമോൾക്ക് സാധിച്ചു. അത് അനീഷുമായിട്ട് അത് വർക്കൗട്ട് ആകുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു രീതിയിൽ അനീഷും അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പിന്നെ ജിസേലിൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് പോയി, അതായത് നമ്മുടെ നെവിനും ആര്യനും നിൽക്കെ ജിസേലിനോട് പോയിട്ട്, ജിസേൽ എൻ്റെ കൂടെ പാട്ട് പാടാൻ വരുന്നോ എന്ന് നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ അനീഷ് എല്ലാവരുടെ അടുത്തും മിങ്കിളാകുന്നുണ്ട്. പക്ഷെ ആദിലയെടുത്തും നൂറയെടുത്തും മിങ്കിളാകാൻ അനീഷ് ശ്രമിച്ചപ്പോൾ ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടനോട് അനീഷ് പറയുന്നുണ്ട്. അതായത് രാവിലെ ഞാൻ അവരുടെ അടുത്ത് കൂട്ടുകൂടാനൊക്കെ പോകും, പക്ഷേ ആദിലയാണെങ്കിൽ എൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്ന് എന്നെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നു എന്ന് അനീഷ് പറഞ്ഞൊരു വ്യൂ പോയിന്റ് അവിടെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനീഷ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ എഗെയിൻ അനുമോൾ അനീഷ് കോംബോ പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എഗെയിൻ പറയുകയാണ്, അതൊരു ടോം ആൻഡ് ജെറി കോംബോയാണ്. അതല്ലാണ്ട് ഈ പറയുന്ന നമ്മൾ റോബിൻ ദിൽഷ അതുപോലെ കൊണ്ടുപോയിട്ട് അവസാനം ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പം ഇവിടെ എല്ലാവരും കൂടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനൊന്നും പോവരുത്. അവരുടെ ഒരു കോംബോ ബിഗ് ബോസ് ഹൗസിനകത്ത്, അങ്ങനെ ഒരു കോംബോ ബിഗ് ബോസ് സീസണിൽ ഏതായാലും വേണം. ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഫേക്ക് ലവ് ആയിക്കോട്ടെ, കാരണം ഒരു കോണ്ടന്റ് ആണ്, അതൊരു നല്ല കോണ്ടന്റ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. പക്ഷെ അതിൻ്റെ പേരിൽ, അതിനകത്ത് 100 ദിവസം കാണിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തിട്ട് അവരുടെ വീട്ടുകാരാവാൻ ശ്രമിക്കരുത്. അതിനെ ആ വഴിക്ക് വിട്ടേക്കണം. അപ്പോൾ ആ തരത്തിൽ മാത്രമാണ് ഞാൻ അനുമോളിൻ്റെയും അനീഷിൻ്റെയും കോംബോയുടെ കാര്യം പറഞ്ഞത്. അതൊരു ഫണ്ണായിട്ട്, ഒരു ടോം ആൻഡ് ജെറി കോംബോ ആയിട്ട് തന്നെ കാണുക.
പിന്നെ അതുപോലെ തന്നെ അനീഷിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇതുവരെ വളരെ മോശമായിട്ടൊരു വാക്ക് അനീഷ് ഉപയോഗിച്ചിട്ടില്ല. എടി പോടി എന്നൊന്നും അങ്ങനെ വിളിച്ചതായിട്ട് തോന്നുന്നില്ല. പ്രൊവോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അനീഷ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ഒരു എഴുത്തുകാരനായതുകൊണ്ടായിരിക്കാം. പിന്നെ ഇംഗ്ലീഷ് പറയാൻ പാടില്ല, സുപ്രഭാതം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നത് പലപ്പോഴും അനീഷിന് തന്നെ മിസ്റ്റേക്ക് ആയി പോകാറുണ്ട്. അതായത് അനീഷ് തന്നെ അവിടെ കുറേ അധികം ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ചൈൽഡിഷ് ആയിട്ടൊക്കെ അനീഷ് കാണുന്നതായിട്ട് നമുക്ക് തോന്നാം. അനീഷിനെ കംപ്ലീറ്റ്ലി അങ്ങ് ബൂസ്റ്റ് ചെയ്യുകയല്ല കേട്ടോ, കാരണം അനീഷിൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു 7 ദിവസത്തോളം കൊണ്ടുപോകാൻ അനീഷിന് സാധിച്ചു. ക്യാപ്റ്റൻ്റെ നിലയിലാണെങ്കിലും ഒരു കോണ്ടന്റ് കൊടുത്തിട്ടാണെങ്കിലും. പിന്നെ ഇന്നലെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട്. ആദിലയും നൂറയും കൂടെ മിസ്റ്റർ അപ്പി എന്ന പേര് ഇട്ടതായിരുന്നല്ലോ. ആ മിസ്റ്റർ അപ്പി എന്ന് പറഞ്ഞ വാക്ക് അത് അനീഷിനെ ഇട്ടത് അതാരും ചോദ്യം ചെയ്തില്ല. അവിടെയുള്ള എല്ലാവരും രേണുവിൻ്റെ പിറകെ പോയപ്പോഴും അനീഷ് ആരുടത്തും പരാതിയും പറഞ്ഞില്ല, അത് ആ വഴിക്ക് പോയി. പക്ഷെ ലാലേട്ടൻ അത് അവിടെ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ അനീഷിനെ അവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ, ബിഗ് ബോസ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രേക്ഷകർ സപ്പോർട്ടാണോ അല്ലയോ എന്നുള്ളത് അവരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. അതായത് അനീഷിനെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് പുറത്ത് പ്രേക്ഷകരുടെ സപ്പോർട്ട് അനീഷിനുണ്ട് എന്നൊരു തോന്നൽ ഇട്ടുകൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഏതായാലും ശരി, അനീഷ് അവിടെയും വളരെയധികം കൂളായിട്ട് ഇടപെട്ടു. ആ പറയുന്ന ഒരു ഇരട്ടപ്പേര് കിട്ടിയതിനകത്ത് അനീഷ് വളരെ കൂളായിട്ട് ഇടപെട്ടു. പിന്നെ മുള്ളം പന്നി എന്നുള്ളൊരു ടാഗ് ഇപ്പോൾ എന്തായാലും അനീഷിന് കിട്ടിയിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവായിട്ട് തന്നെ അനീഷ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ്ലി അനീഷിൻ്റെ ഒരു നെഗറ്റീവ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിനകത്ത് അനീഷിൻ്റെ പോസിറ്റീവ്സുകൾ ഇങ്ങനെ മാറി മാറി വന്നത് വലിയ നെഗറ്റീവ് ഒന്നും എനിക്ക് പറയാനില്ല. ചൊറിയനാണ്, പക്ഷെ ആ ചൊറി ബിഗ് ബോസ് ഹൗസിനകത്ത് വേണം. ലാസ്റ്റ്ലി അനുമോളോട് ആ ജയിലിൽ കിടന്ന സമയത്ത് അനീഷ് പുറത്തെ എന്തോ കാര്യം പറഞ്ഞിട്ടാണ്. ആ കാര്യം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അത് എവിടെയും ആർക്കും ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലയിടത്തും അത് സെർച്ച് ചെയ്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ലാലേട്ടൻ സംസാരിച്ചിട്ടില്ല. അനുമോളും അപ്പാനി ശരത്തും കൂടെ ജയിലിൽ കിടന്നിട്ട് അനീഷിനെ എടുത്തിട്ട് നന്നായിട്ട് പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അനീഷ് എന്തോ നിലപാടില്ലാത്തവളെന്നൊക്കെ പറഞ്ഞ് അനുമോളെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തു. അങ്ങനെ ആ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അപ്പം പുറത്തിറങ്ങുമ്പോൾ ഞാൻ കേസ് കൊടുക്കും, നീ നോക്കിക്കോ, ഇവിടെ വെച്ചിട്ട് എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കെതിരെ ഞാൻ പോലീസ് കേസ് കൊടുക്കും, തനിക്ക് എൻ്റെ 11 വർഷത്തെ എൻ്റെ കരിയറാണ് എന്നുവെച്ചാൽ അത് അനുമോള് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്ത് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ അപ്പാനി ശരത്ത് ശരിക്കും പറഞ്ഞാൽ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. എന്തോ വലിയ കാര്യമായിട്ട് അവിടെ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്താണ് റീസൺ എന്നുള്ളത് ഇനി അത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അനീഷിനുള്ളൊരു നെഗറ്റീവ് മാർക്ക് തന്നെയാണ്. ഒരു പരിധിവരെ നമുക്ക് ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. പുറത്ത് നടന്ന ഒരു കാര്യവും അവിടെ അഡ്രസ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ക്ലിയർ ആയതിനു ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഏതായാലും ശരി, അനീഷ് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻ, അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും കേൾക്കണം. കാരണം എല്ലായിടത്തും നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ബൈ.